ഈ വർഷത്തെ ലാസ്റ്റ് അമ്പല സദ്യയാണ്. ഇനി നെക്സ്റ്റ് ഇയർ ഉത്സവം വന്ന വരെ കാത്തിരിക്കണം ഇനി ഒരു സദ്യ കഴിക്കാൻ വേണ്ടി. അപ്പൊ ഇതിന് മുന്നത്തെ വ്ളോഗ് കാണാത്തവരെന്തായാലും കണ്ടു നോക്കുക. ഞാൻ അതിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കാം എന്റെ കമന്റ് ബോക്സിൽ. ബിക്കോസ് എന്റെ ഫ്രണ്ടിന്റെ കല്യാണം കൂടിയിട്ട് ഞാൻ ഓടി വന്നിരുന്നു ഈ ഒരു സദ്യ കഴിക്കാൻ വേണ്ടി. അങ്ങനെ ഞാൻ കറക്റ്റ് സമയത്തെത്തി. ഞാൻ കറക്റ്റ് 3:30 ആയപ്പോഴത്തേക്ക് എത്തി. വീട്ടിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടാണ് ഞാൻ ഓടി അമ്പലത്തിൽ വന്നത് ഈ സദ്യക്ക് ഇരിക്കുന്നത്. അപ്പൊ അമ്മ ഓൾറെഡി സീറ്റൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ അമ്പല സദ്യയുടെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എല്ലാ കറിയും വിളമ്പി കഴിഞ്ഞ് നമുക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല. കറക്റ്റ് കഥന പൊട്ടുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ 4:45 ആയപ്പോഴാണ് നമ്മുടെ കഥന പൊട്ടിയത്. അങ്ങനെ ഞാൻ എൻ്റെ സദ്യ വളരെ ആസ്വദിച്ച്, എപ്പോഴും പറയുന്ന പോലെ ഞാൻ ആസ്വദിച്ചാണ് എല്ലാ ഭക്ഷണവും കഴിക്കാറുള്ളത്. അങ്ങനെ എൻ്റെ സദ്യ ഞാൻ ഫിനിഷ് ചെയ്തു. ഞാൻ അങ്ങനെ ഒന്നും ബാക്കി വെക്കാറില്ല, ഞാൻ എല്ലാം കഴിക്കും. അങ്ങനെ ഫൈനലി നമ്മുടെ സ്പെഷ്യൽ പായസത്തി, ഇതിനെ പറയുന്നത് കക്കമ്പി എന്നാണ്. അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ബൈ.